പ്രതിഷ്ഠ വരനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി ഗായിക സുചിത്ര രംഗത്ത്. തന്റെ മാനസിക നില തകരാറിലാണെന്നും മദ്യപാനശീലം ഉണ്ടെന്നും പറഞ്ഞു പരത്തിയതായി ഗായിക ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. ഗായികയും മുൻ റേഡിയോ ജോക്കിയുമായ സുചിത്ര തന്റെ പ്രതിസുദ്ധ വരനും ചെന്നൈ ആസ്ഥാനമായുള്ള ഹൈക്കോടതി അഭിഭാഷകനുമായ ഷൺമുഖരാജനെതിരെ ഗാർഹിക പീഡനം, സാമ്പത്തിക തട്ടിപ്പ്, ചെന്നൈയിലെ തന്റെ വീട് തട്ടിയെടുത്തു എന്നീ ആരോപണങ്ങളുമായി രംഗത്തെത്തി. ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെയാണ് സുചിത്ര ഇക്കാര്യങ്ങൾ ഉന്നയിച്ചത്. പ്രതിസുദ്ധ വരനായ യുവാവ് ചെന്നൈയിലെ വീട്ടിൽ നിന്നും തന്നെ പുറത്താക്കിയെന്നും ജോലി ലഭിച്ചതിനെ തുടർന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മുംബൈയിലേക്ക് താമസം മാറിയെന്നും ഗായിക പറയുന്നു. നിരവധി ഗാനങ്ങളിലൂടെയും സിനിമാ രംഗത്തെ പിടിച്ചുലച്ച സുജി ലീഗ്സ് വിവാദത്തിലൂടെയും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഗായിക സുചിത്ര. സുജി ലീഗ്സ് വിവാദത്തിന് ശേഷമുള്ള തന്റെ ദുർബലമായ അവസ്ഥയെ യുവാവ് മുതലെടുക്കുകയായിരുന്നുവെന്നും വൈകാരികമായി തന്നെ ചൂഷണം ചെയ്തുവെന്നും സുഹൃത്തുക്കളിൽ നിന്ന് അകറ്റിയെന്നും സുചിത്ര പറയുന്നു. ഷൺമുഖരാജ് തന്നെ പിന്തുണയ്ക്കാമെന്ന വ്യാജനെ സാമ്പത്തികമായി വഞ്ചിച്ചുവെന്നും അവർ ആരോപിച്ചു. അയാൾ എന്റെ മുഴുവൻ പണവും തട്ടിയെടുത്തു. അയാളെ വർഷങ്ങളായി എനിക്കറിയാം. ഞങ്ങളുടെ ബന്ധം വിവാഹ നിശ്ചയം വരെ എത്തി. എന്നാൽ എനിക്ക് അയാളിൽ നിന്ന് പലതവണ ക്രൂരമായ മർദ്ദനമേറ്റു. ബൂട്ടിട്ട് അയാൾ എന്നെ ചവിട്ടി. ഞാനൊരു മൂലക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ആദ്യ ഭാര്യ കാരണം അയാൾ തകർന്നു പോയെന്നാണ് എല്ലാവരോടും പറഞ്ഞത്. പക്ഷെ അയാൾ വിവാഹമോചനം നേടിയിട്ടില്ലെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. അയാളുടെ ആദ്യ ഭാര്യ ഇന്ത്യ എടുത്തു വന്ന് ഞാൻ അയാളെ തിരിച്ചെടുക്കണമെന്ന് യാചിക്കുക പോലും ചെയ്തു. സുചിത്രയുടെ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ വലിയ ചർച്ചയ്ക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. തന്നെ സാമ്പത്തികമായി ചൂഷണം ചെയ്ത യുവാവിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും തന്റെ പണം തിരികെ ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും സുചിത്ര പറയുന്നു. എന്റെ മാനസിക നില തകരാറിലായതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ സംരക്ഷിക്കുന്നതെന്ന് അദ്ദേഹം എല്ലാവരെയും പറഞ്ഞു വിശ്വസിപ്പിച്ചു. ഒരിക്കലും മദ്യപിക്കാത്ത എന്റെ മദ്യപാനശീലം കാരണമാണ് അദ്ദേഹത്തിന് എന്നെ അടിക്കേണ്ടി വരുന്നതെന്ന് അയൽവാസികളെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചു. എന്റെ ശരീരം വിൽക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ലക്ഷ്യം. അവസാന കാലത്ത് വൈകല്യങ്ങൾ വരുത്തി ഒരു ആത്മീയ ഗുരുവായി മാറ്റാനും അവർ തീരുമാനിച്ചിരുന്നു. അദ്ദേഹവും ബന്ധുക്കളും തമ്മിൽ അയച്ച ഇമെയിലുകളിൽ നിന്നാണ് ഈ വിവരങ്ങൾ ലഭിച്ചതെന്ന് സുചിത്ര വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.